ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വി.ഡി. സതീശൻ. കൊച്ചിയിലും തിരുവനന്തപുരത്തും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇതേവരെ നാളെ കൗണ്ടിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരം യാത്രയാണ്. സാധാരണ യാത്രയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരം യാത്രയാണ് ഈ തലേ ദിവസത്തേക്ക്. 100+ ഒരിക്കൽ കൂടി ആവർത്തിച്ചൂടെ? മംഗലപുരത്തെ കൂടിക്കാഴ്ചയെ കുറിച്ചൊരു ആലോചിക്കാതെയുള്ള കൂടിക്കാഴ്ച രഹസ്യമായിരുന്നോ? വലിയ ആരോപണമാണ് അങ്ങേക്കെതിരെ വരുന്നത്. മംഗലപുരത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണമില്ലേ? ഈ അവസാന നിമിഷത്തിൽ അല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാചകം? റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ നിരവധിയാണ്. മുഖ്യമന്ത്രിയായി തിരികെ എത്തുമോ, വിജയിച്ച് തിരികെ എത്തുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോഴും അമിത പ്രതീക്ഷയൊന്നും പങ്കുവെക്കുന്നില്ലേ പ്രതിപക്ഷ നേതാവ്? വർഷ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ആര് വീഴും ആര് വാഴുമെന്നൊക്കെ അറിയാൻ വേണ്ടി. ഈ സമയം ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന കോൺഗ്രസ് തന്നെ വിലയിരുത്തപ്പെടുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം കൊച്ചിയിലേക്ക് എത്തി, അല്ലെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ വല്ലാണ്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് 10:40 എത്തുന്നു. അപ്പോഴും മാധ്യമപ്രവർത്തകർ മയക്കുമായി എത്തുന്നു. പ്രതികരണം ആരായിരുന്നു? ഏറ്റവും പ്രധാനം ഈ JDS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. മംഗലപുരം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷെ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നെ വെറുതെ വിടൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു യാത്ര കൂടിയായിരുന്നു ഇത്. ഏറ്റവും അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുമെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും അവസാനത്തെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്നുള്ളതാണ്. നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു. വിജയ സാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രിയാകാനും സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. ആ സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതികരണങ്ങൾ കൂടി ആരാഞ്ഞത്. പക്ഷെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വർഷ, ശരി. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.